ഹായ്, ഈ വീഡിയോ മമ്മിയുടെ വീഡിയോ ആണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ വളർത്താമെന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് പോട്ട് മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് മമ്മി മുൻപ് ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാൻ ഞാൻ ലിങ്ക് അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണിത് വളർത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാവും. തൂക്കുചട്ടിയോ തൂക്കുന്ന ഹാങ്ങിങ് ത്രെഡോ ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പി മാത്രം ഉപയോഗിച്ച് ചെടികൾ ഹാങ് ചെയ്തിടാം എന്ന് നോക്കാം. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡും കൂടെയായ ഹാങ്ങിങ് ചെടികളെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അത് ഭംഗിയായി ഹാങ് ചെയ്തിടാം എന്നതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കതിന് വേണ്ടത് വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം. ഞാൻ അതിനെടുത്തത് ഒരു സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ. നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അതിന് കുപ്പി ഹോൾ ഉണ്ടാക്കണം. അതിന് നമ്മൾ ഒരു പപ്പടക്കോലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കിയിട്ട് നമ്മൾക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഹോളുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ മേലെ നിന്ന് താഴെ വരെ ഹോളുകൾ ഉണ്ടാക്കുന്നു. നമ്മളങ്ങനെ കുപ്പിയിൽ എല്ലാ ചുറ്റുവടുത്തും ഹോളുകൾ ഉണ്ടാക്കി. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ ഹോളുകൾ ഉണ്ടാക്കി. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന്, അപ്പോൾ നമ്മൾ കുപ്പി ഫുള്ളും ഫില്ലാക്കി. അത് ബ്രിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ചകിരിച്ചോറിൻ്റെ, അത് മതി. അതിനകത്ത് 1/4 ഭാഗം ചാണകപ്പൊടി, 3/1 3 പോർഷൻ നമുക്ക് ചകിരിയുടെ ബ്രിക്കിൻ്റെ ഇത് നനച്ചതും പിന്നെ 1 ഭാഗം ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണിത്. അത് നമ്മൾ കുപ്പിലോട്ട് നിറച്ച് കഴിഞ്ഞു. ഫുള്ള് നിറയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ചെടികളായാലും ഇതിൽ നടാം. നമ്മൾ ഹാങ്ങിങ് ആയിട്ടുള്ള ടർട്ടിൽ വൈൻ്റെ ചെടികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ഹാങ്ങിങ് ആയിട്ട് തൂക്കുന്ന ചെടികളില്ലേ, അതുകളോ ഏത് വേണമെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് ഭംഗിയായിരിക്കും. അതല്ല 10 മണി പൂവ്, പോർട്ടുലാക്ക എന്ന് പറഞ്ഞാൽ 10 മണി പൂക്കൾ നമുക്കിങ്ങനെ ചെയ്യാം. അതാവുമ്പോൾ എനിക്കത് കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ അതിങ്ങനെ ഉണ്ടായി നിൽക്കും, പിന്നെ അതോടൊപ്പം പൂക്കളും ഉണ്ടാവും. ഇതിപ്പോൾ ബ്രഹ്മി നമ്മൾ ഒരു ഔഷധ ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് നമുക്കിങ്ങനെ ഞാനിങ്ങനെ ഹാങ് ചെയ്തിടാറുണ്ട്. നിറയെ തിക്കായിട്ട് വളരും. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം അതിൻ്റെ കട്ടിങ്സ് ആയാലും, ഇനി പുതിനയാണിത്, പുതിനേരെയും ഞാനിങ്ങനെ ഹാങ് ചെയ്തിടാറുണ്ട്. പുതിനയുടെ കട്ടിങ്സ് ആയാലും നമുക്ക് ഈ കുപ്പിയിൽ വെച്ച് വളർത്തി നമ്മളെ വീട്ടാവശ്യത്തിന് അത് കട്ട് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നോളും. 1 മാസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് വളർന്നു വന്നോളും. ഓക്കെ, നമ്മൾക്ക് ഈ ഹോളിൽ കൂടെ ഓരോ ഹോളിലേക്കും ഇത് നമ്മൾക്ക് ഓരോ കട്ടിങ്സ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഈ എല്ലാ ഹോളിലും നമ്മൾ കട്ടിങ്സ് വെച്ച് നിറയ്ക്കണം. നമ്മളിങ്ങനെ ഈ പാത്രത്തിൽ എല്ലാ ഹോളിലും നമ്മൾ ഈ കട്ടിങ്സും എല്ലാം വെച്ച് നിറയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നനച്ച് കൊടുത്തിട്ട് കുറച്ച് ദിവസം തണലത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല വെയിലുള്ളിടത്ത് ഒരു നൂലുപയോഗിച്ച് കെട്ടിയിടാം. അപ്പം ഞാനിങ്ങനെ 2 ആഴ്ച മുന്നേ ചെയ്തതും ഒരു 3 ആഴ്ച കഴിഞ്ഞ് 1 മാസം ആവാറായ ചെടികളെയും ഞാൻ കാണിച്ചുതരാം. കണ്ടോ? അപ്പോൾ അത് വെറുതെ ഒരു വള്ളി ഉപയോഗിച്ച് നമുക്കിങ്ങനെ തൂക്കിയിടാം. കണ്ടില്ലേ, ഇതിപ്പോൾ 2 ആഴ്ച ആയതാണ്. ഇതൊക്കെ ഇത് രണ്ടും 2 ആഴ്ചയായ ചെടികളാണ്. 10 മണി പൂക്കളാണ്. പോർട്ടുലാക്ക എന്ന് പറഞ്ഞാൽ പല കളറിലുള്ളതുണ്ട്. അപ്പം നമുക്ക് 10 മണിയാകുമ്പോൾ, ഇപ്പോൾ 10 മണിയല്ല, ഞാൻ വൈകുന്നേരം നേരത്തെ 4 മണി നേരത്തെ അത് എടുക്കുന്നത്. ഇപ്പോൾ പൂക്കൾ ചുരുങ്ങിപ്പോയി. അപ്പം നമുക്ക് നിറയെ പൂക്കളും ഉണ്ടാവും, ഭംഗിയുണ്ടാവും. അപ്പം അതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയുള്ള 10 മണി പൂവില്ലേ, അതാണ് ഇതിൻ്റെ ഹാങ്ങിങ്സാണിത്.
അപ്പോൾ അത് ഒരു മാസം ആവാറായി. അപ്പോൾ ഇത് ധാരാളം പൂക്കളും ഉണ്ടാവും. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട്, നല്ല തിക്കായിട്ട്, നല്ലൊരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ചെടിച്ചട്ടിയും വേണ്ട, ചെടി തൂക്കാനുള്ള ഹാങ്ങിങ് ത്രെഡും വേണ്ട. വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ചെടികൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ നിൽക്കുക, ചെടികൾ തൂക്കുകൾ. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മളുടെ ചെടികളാണ് ഇതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്, നിലത്ത് വെച്ചതാണ്. ഇപ്പോൾ കണ്ടില്ലേ, അതിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിലായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കത് തൂക്കിയിടും. ഞാൻ പുതിന തൂക്കിയിരിക്കുന്നതാണിത്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഇതിങ്ങനെ തൂക്കിയിടാവുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെ ഹാങ്ങിങ്സ് ആയിട്ട് തൂങ്ങിക്കെടുക്കുന്നത് കണ്ടില്ലേ. ഒരു നൂലുപയോഗിച്ച് കുപ്പിയുടെ കോർക്കിൽ ടോപ്പ് ഭാഗത്ത് നമ്മളൊരു നൂലുപയോഗിച്ച് കെട്ടി ഒരു ഹുക്കിൽ ഇട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു വെറുതെ പ്ലാസ്റ്റിക് വേസ്റ്റ് കുപ്പി ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാവരും താല്പര്യമുള്ളവർ ചെയ്തു നോക്കും. ആ കുപ്പിയിൽ എല്ലാ ഓട്ടയിലും ഇങ്ങനെ കട്ടിങ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു ത്രെഡ്, ഒരു നൈലോൺ ത്രെഡോ എന്തെങ്കിലും കുപ്പിയുടെ മേലെ കെട്ടിയിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാം. ഇപ്പോൾ ഇങ്ങനെയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരു മാസം ആകുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് നല്ല ഹാങ്ങിങ്സ് ആവും. കണ്ടുവാ, ഇതിപ്പോൾ ഒരു മാസം ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ നല്ല ഹാങ്ങിങ്സ് ആയിട്ട് നമുക്കിങ്ങനെ കിടക്കും. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്കിങ്ങനെ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ ചട്ടിയിൽ വെച്ചാൽ. ചട്ടിയിൽ വെച്ചാൽ 10 മണി പൂവിൻ്റെ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ മറ്റേത് നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് കിടക്കും. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നമുക്കതിന് ത്രെഡോ ചട്ടിയോ ഒന്നും വേണ്ട, വെറും ഒരു പ്ലാസ്റ്റിക് കുപ്പി മാത്രം മതി. അതായത് 10 മണി പൂവായ ചെടിയാണ് ഇങ്ങനെ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വെയിലുള്ള കിട്ടുന്നിടത്ത് കൊണ്ടുപോയി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഹാങ്ങിങ്സിൽ നിറയെ പൂക്കളായി. ഇത് കുറച്ച് ഒരു മാസമെങ്കിലും ആകുമ്പോഴും നിറയെ പൂക്കളാവുള്ളൂ.